വടം വലിക്കുന്ന ഭാരമുയർത്തുന്ന റോബോട്ടുകളെ കണ്ടിട്ടുണ്ടോ? ചൈനയിൽ നടക്കുന്ന റോബോട്ടിക് ഗെയിംസിൽ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് പുറത്തുവരുന്നത്. 100 മീറ്റർ 9 സെക്കൻഡിൽ താഴെ ഫിനിഷ് ചെയ്ത് റെക്കോർഡ് നേട്ടവും തുടരുകയാണ്. മനുഷ്യരെ പോലെ വടം വലിക്കുന്നു, ഭാരമുയർത്തുന്നു, ജിംനാസ്റ്റിക്സ് ചെയ്യുന്നു, 100 മീറ്ററിൽ ഓടുന്നു, എന്തിനേറെ ഹർഡിൽസ് വരെ പൂർത്തിയാക്കുന്നു. കായിക ലോകത്ത് ഇതുവരെ മനുഷ്യരുടെ മാത്രം കുത്തകയായിരുന്ന മത്സരവേദികളിലേക്ക് റോബോട്ടുകളും എത്തിയിരിക്കുകയാണ്. ചൈനയിൽ നടക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിംസിന്റെ 2ാം പതിപ്പാണ് റോബോട്ടുകളുടെ കായിക ശേഷിയുടെ പുതിയ കാഴ്ചകൾ ലോകത്തിന് മുന്നിലെത്തിക്കുന്നത്. റഫറിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് വടം വലിക്കുന്ന റോബോട്ടുകൾ, എതിർ ടീമിനെ തോൽപ്പിച്ച് വിജയിക്കുന്ന റോബോട്ടുകൾ. കാഴ്ചക്കാർക്ക് കൗതുകമാകുന്നതിനൊപ്പം റോബോട്ടിക്സ് എത്രത്തോളം മുന്നേറി എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ മത്സരങ്ങൾ. ഭാരമുയർത്തുന്ന ഹ്യൂമനോയിഡ് റോബോട്ട് നിലത്തുനിന്ന് ഭാരമുയർത്തി കൃത്യമായി ശരീരത്തിന് മുകളിൽ ഉയർത്തുന്നു. ശരീരത്തിന്റെ ഉപയോഗം ഏറെ വേണ്ട ജിംനാസ്റ്റിക്സിലും റോബോട്ടുകളെ കാണാം. റോബോട്ടിന് പരമാവധി എത്ര ഉയരത്തിൽ ചാടാനാകും? ടിയാൻസോ റോബോട്ട് ചാടിയത് 3.4 മീറ്റർ ആണ്. കഴിഞ്ഞ ദിവസം ഉസൈൻ ബോൾട്ടിന്റെ 100 മീറ്റർ റെക്കോർഡ് തകർത്ത പ്രകടനം ഗെയിംസിൽ കണ്ടെങ്കിൽ 9 സെക്കൻഡിന് താഴെ 100 മീറ്ററിൽ ഫിനിഷ് ചെയ്ത് വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു. റോബോട്ടുകൾക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഹർഡിൽസ് മത്സരങ്ങളും ഗെയിംസിലുണ്ട്. സമയമെടുത്താണെങ്കിലും റോബോട്ടുകൾ മത്സരം പൂർത്തിയാക്കി. AI-യുടെയും റോബോട്ടിക്സിന്റെയും സാധ്യതകൾ പരീക്ഷിക്കുന്ന വേദി കൂടിയാണ് ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിംസ്. കഴിഞ്ഞ പതിപ്പിനെ അപേക്ഷിച്ച് AI-യുടെ സഹായത്തോടെ ഇത്തവണ റോബോട്ടുകളുടെ പ്രകടനം കൂടുതൽ മെച്ചപ്പെട്ടെന്നാണ് വിലയിരുത്തൽ. മനുഷ്യരുടെ ചലനങ്ങൾ അനുകരിക്കുന്നതിൽ നിന്ന് മനുഷ്യരുടെ പ്രകടനങ്ങളെ വെല്ലുവിളിക്കുന്നതിലേക്കാണ് റോബോട്ടുകൾ നീങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.